നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ ഫോണിൽ വളരെയധികം ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ വെറുതെ നമ്മൾ സ്റ്റോറേജ് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. എന്നാൽ നമ്മൾ ഇങ്ങനെ ആപ്പുകളെ അൺഇൻസ്റ്റാൾ ചെയ്താൽ നമ്മൾ അറിയാതെ ഇതൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പുകളെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ സ്റ്റോറേജിൻ്റെ പ്രശ്നം അവിടെ സോൾവ് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു അടിപൊളി ട്രിക്ക് വഴി നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്പുകളെയും നമുക്ക് ഒന്നും കൂടി അൺഇൻസ്റ്റാൾ ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ട്രിക്ക് വഴി നമുക്ക് ഒരു ഉപകാരം കൂടെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓർമ്മയിലില്ലാത്ത ഏതെങ്കിലും നല്ല ആപ്പുകൾ നമ്മൾ കുറേ കാലം മുൻപ് അൺഇൻസ്റ്റാൾ ചെയ്ത ഏതെങ്കിലും ആപ്പുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സഹായിക്കും. അടുത്തതായി നമുക്ക് ഫോണിലേക്ക് വന്നതിന് ശേഷം നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ളൊരു ഭാഗം കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഓവർവ്യൂ എന്നുണ്ട്, മാനേജ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമുക്കിവിടെ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് ദിസ് ഡിവൈസ് എന്നുള്ള ഓപ്ഷനിലാണ് കിടക്കുന്നത്. അവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് വീണ്ടും ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നോട്ട് ഇൻസ്റ്റാൾഡ് ഉണ്ട്. ദിസ് ഡിവൈസിൻ്റെ താഴെ നമുക്ക് നോട്ട് ഇൻസ്റ്റാൾഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ എത്ര കൊല്ലം മുൻപ് അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ഇവിടെ ഓരോന്നായിട്ട് നമ്മളുടെ സ്പേസ് ഇവിടെ സ്റ്റോറേജിൻ്റെ സ്പേസ് ഇവിടെ കുറയ്ക്കാനായിട്ടും നമുക്ക് സഹായിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ കുറേ കൊല്ലം മുൻപുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എത്ര ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതനുസരിച്ചായിരിക്കും ഇവിടെ കാണിക്കുക. ചിലരൊക്കെ കുറച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്ര കാണിക്കുള്ളൂ. ചിലരൊക്കെ നമുക്കറിയാം ഒരു ആൾക്കാരൊക്കെ നന്നായിട്ട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യും. അതൊക്കെ ഇവിടെ നമുക്ക് ഒരിഷ്ടം പോലെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മളുടെ ഫോണിൻ്റെ സ്പേസ് ഇരട്ടിയാക്കാനായിട്ട് സഹായിക്കും. സ്റ്റോറേജിൻ്റെ ഇഷ്യൂവും കൂടെ നമുക്ക് ഇവിടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ല ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ നിന്ന് എടുത്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായി നമുക്കിത് എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യുക എന്ന് നോക്കാം. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം. ഞാനിവിടെ ജസ്റ്റ് ഇവിടെ ഏതാണ് ആപ്ലിക്കേഷൻസ് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യും. ഞാനിവിടെ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ നമുക്കൊന്ന് ഡിലീറ്റിൻ്റെ ഒരു ഐക്കൺ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കാണാനായിട്ട് സാധിക്കും. അൺഇൻസ്റ്റാൾ ചെയ്തു. അതുപോലെ തന്നെ നമുക്കിത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഡൗൺലോഡിൻ്റെ ഒരു ഐക്കൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഉറപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.